എസ് ഹൈസ്കൂളിൻ്റെ HM, മറ്റധ്യാപകർ, അനധ്യാപകർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാർ, എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ കേരള പോലീസിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരു ജീവനില്ലാത്ത കൈയടിയാണ്. എല്ലാവരുടെ മനസ്സിലുണ്ട്, ഞങ്ങൾ പോലീസുകാരെ അങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലേ. ചില കുട്ടികളുടെ മുഖത്തെ ഭാവം കാണും. ഞാനത് ആദ്യം ഒന്ന് നോക്കിയത്. ചില കുട്ടികളുടെ മുഖത്തെ ഭാവം കാണുമ്പോൾ ഈ ടീച്ചർമാർ രണ്ട് കൽപ്പിച്ചാണല്ലോ ഇന്നത്തെ ദിവസം തന്നെ പോലീസിന് ഇതിനകത്ത് കയറ്റിയെന്നുള്ള ഭാവം. ഇവർക്ക് വേറെ ആരെല്ലാം വിളിക്കായിരുന്നു, അച്ഛന്മാരെ വിളിക്കായിരുന്നു, വേറെ സിസ്റ്റർമാരെ വിളിക്കായിരുന്നു, അധ്യാപകരെ വിളിക്കായിരുന്നു. ഈ കാക്കയുടെ പോലീസുകാരനെ തന്നെ എന്തിനായി സ്കൂൾ തുറന്ന ദിവസം ഇങ്ങോട്ട് കയറ്റിയെന്ന് ചില കുട്ടികളുടെ മുഖത്തൊരു ഭാവമുണ്ട് അല്ലേ. ഉണ്ടോ? നിങ്ങൾ സന്തോഷത്തിലാണ് കയറി വന്നേക്കുന്നത്? ഹാപ്പിയാണോ? അവധിക്കാലം അടിച്ചു പൊളിച്ചോ? ഇത്ര അടിച്ചു പൊളിച്ചതായിട്ട് തോന്നുന്നില്ലല്ലോ. ഈ അവധിക്കാലത്ത് കായിക പരിശീലനം നടത്തിയ എത്ര കുട്ടികളുണ്ട്? എന്തെങ്കിലും കളികളിൽ ഏർപ്പെട്ട എത്ര കുട്ടികളുണ്ട്? ഒരാളാണോ? രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, വീട്ടിൽ തന്നെ ഇരുന്ന് സമയം കളഞ്ഞവരാണ് ഭൂരിഭാഗം അല്ലേ. അപ്പൊ ഈ 2 മാസക്കാലം വീട്ടിലിരുന്ന് നിങ്ങളുടെ കുരുത്തക്കേടുകളും കുസൃതികളും ഒക്കെ കണ്ട അച്ഛനും അമ്മയൊക്കെ ആകെ അസ്വസ്ഥരായിരിക്കുക. എങ്ങനെയും സ്കൂൾ തുറന്നാൽ മതി എന്നുള്ള മൊബൈൽ ഫോണിൽ നിന്ന് റെസ്റ്റ് കിട്ടുമല്ലോ എന്നല്ലേ. സ്നേഹം നിറഞ്ഞ മക്കളെ, ഞാൻ ഇത് എൻ്റെ 9ാമത്തെ സ്കൂളാണ്. രാവിലെ തുടങ്ങിയ ഓട്ടോ 9 സ്കൂളുകളിൽ ഓടി. ഇവിടെ നിന്ന് ഉച്ചവരെയുള്ള പ്രോഗ്രാം നിർത്തി. ഞാൻ 9 സ്കൂളിൽ കൂടെ ഓടി. എല്ലായിടത്തും പോലീസ് വേണം, പോലീസ് ഒന്ന് 2 വാക്കേക്ക് പറയണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. ഇപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലേ, മകൾക്ക് തോന്നുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. എന്തോ ഈ സമൂഹത്തിൽ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണമാണ് ടീച്ചേഴ്സൊക്കെ പോലീസുകാരെ വിളിച്ചൊരു ക്ലാസ് എടുപ്പിച്ചേക്കാം എന്നൊക്കെ തീരുമാനിച്ചത്. മാതാപിതാക്കന്മാർക്കുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല കുട്ടികളുടെയും പേരന്റ് ഇവിടെ കൂടെ വന്നിട്ടുണ്ട്. ഈ 2-3 ദിവസത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് വിടാനും തിരികെ കൊണ്ടുവരാനൊക്കെ അവർക്ക് വലിയ ഉത്സാഹമാണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം കിട്ടും. ഇത്രയും ദിവസം വീട്ടിലിരുന്നതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറ്റി മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ്. എനിക്കും പറ്റുമെങ്കിൽ മക്കളുടെ കൂടെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും തിരികെ കൊണ്ടുവരാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതാണ് അങ്ങനെ ചെയ്യാത്തത്. എന്തോ പ്രശ്നം ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പ്രശ്നങ്ങളെന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം മക്കൾക്കും അറിയാം. അപ്പോൾ ഈ കലാലയം തുറന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചതിന്റെ കാരണം അത് തന്നെ ആയിരിക്കും. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സമയമുള്ളൂ എനിക്ക് തന്നിരിക്കുന്ന. കുറച്ച് സമയം സംസാരിക്കുമ്പോൾ ഞാനൊരു അധ്യാപകനെ പോലെ സംസാരിക്കും, ചിലപ്പോൾ ഞാനൊരു പോലീസ് ഓഫീസറായി നിന്ന് സംസാരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടം ആരായിട്ടാണെന്നറിയാമോ? ഒരപ്പന്റെ സ്ഥാനത്തും സംസാരിക്കാനാണ്, ഒരു പിതാവിന്റെ സ്ഥാനത്തും സംസാരിക്കാൻ എനിക്കിഷ്ടം. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന 3ാം വർഷം പഠിക്കുന്ന ഒരു മകന്റെയും 10ാം ക്ലാസ് പാസ്സായിട്ട് +1 അഡ്മിഷൻ നോക്കി നിൽക്കുന്ന ഒരു മകളുടെയും അപ്പനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ കുരുത്തക്കേടുകളും കുസൃതികളും ഒക്കെ നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ, ഒരു അപ്പനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പപ്പയുടെ സ്ഥാനത്ത് നിന്ന്, നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്, നിങ്ങളുടെ അച്ഛന് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് എന്ന് നിങ്ങൾ കരുതുക. ആരും അസ്വസ്ഥതൊന്നും ആകണ്ട. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഓരോ അച്ഛനും അമ്മയ്ക്കും തന്റെ മക്കളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ സ്റ്റേറ്റിന് നിങ്ങളെ കുറിച്ച്, ഈ രാജ്യത്തിന് നിങ്ങളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. അതാണ് എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇന്ന് ഇങ്ങനെയുള്ള വേദികളിലേക്ക് ഓടി വരുന്നത്. ഒന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്റെ ക്ലാസ് കേട്ടിട്ടുള്ള എത്ര പേരുടെ കയ്യിൽ നോക്കാവോ? ഏതായാലും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഭാഗ്യം ചെയ്തൊരു കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ. അപ്പോള്
നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സ്വപ്നമുണ്ട്, പ്രതീക്ഷയുണ്ട്. അതുപോലെ ഈ സ്റ്റേറ്റിന് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്, പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ കുട്ടികളെ എനിക്കറിയില്ല. നിങ്ങളുടെ വീടിന്റെ സാമ്പത്തിക ശേഷി എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പപ്പയും മമ്മിയും എനിക്കറിയില്ല. നിങ്ങളുടെ വീടിന്റെ വലിപ്പമോ ചെറുപ്പമോ എനിക്കറിയില്ല. എനിക്കൊരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഇന്ന് ഈ അധ്യയന വർഷത്തില് ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ക്ലാസ് മുറിയിൽ എന്നെ കേൾക്കുന്ന ഏതൊരപ്പന്റെ അമ്മയുടെയും മകളാണെങ്കിലും ശരി, ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ വിളിച്ചപ്പോഴേ ഞാൻ ഓടി വന്നത്. വേറൊന്നുമല്ല, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്ന വാർത്തകള് നാളുകളില് ഈ ഭരണങ്ങാനം സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ അതിന്റെ നിയമപരമായ പ്രവൃത്തികൾ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനും എന്നെ പോലുള്ള പോലീസ് ഓഫീസർ തന്നെയാണ്. രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന ഓരോ പോലീസുകാരനും ഈ നാടിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഡ്യൂട്ടിയുടെ ഭാരം കൊണ്ടാണ്, അവരുടെ ജോലി ഭാരം കൊണ്ട്. ഇത് ഞാൻ പലപ്പോഴും കാണുന്ന കാഴ്ചയാണ്. വന്ന് കയറുമ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ഇന്നൊരു കുഞ്ഞും തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് മറ്റൊരാളോട് ഇറങ്ങി പോകരുത്. പോയാലെന്താ സംഭവം? അതിന് മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം. 57 KP ആക്ട് പ്രകാരം അതിന് കേസെടുക്കണം. ആ കേസെടുത്ത് കഴിഞ്ഞാൽ വെറുതെ കേസെടുത്തിട്ട് ഇരുന്നാൽ പോരാ. ആ കേസ് അന്വേഷിച്ച് നിങ്ങളെ കണ്ടെത്തി ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ മുൻപിൽ ഹാജരാക്കണം. അത് വലിയൊരു പ്രോസസ്സാണ്. മെഡിക്കൽ പരിശോധനകളുണ്ട്, നിരവധി അന്വേഷണങ്ങളുണ്ട്, അതിന്റെ CD ഒരുപാട് എഴുതാനുണ്ട്. അതൊക്കെ കോടതി ഒത്തിരി ജോലിഭാരമാണ്. അത് പറയുന്നതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഇന്ന് ഒരു വീട്ടിലും മോഷണം ഉണ്ടാവരുതേ. ദൈവമേ, ഇന്നൊരു ഭർത്താവും ഭാര്യയെ മദ്യപിച്ചുകൊണ്ട് ഇടിക്കരുത്. ഇതൊക്കെയാണ് പോലീസുകാരുടെ പ്രാർത്ഥന. അപ്പൊ സമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, മക്കളെ, നാളുകളിൽ നിങ്ങളെ കാണാതെ പോകുക എന്നുള്ളതല്ല. നിങ്ങൾ ജീവനുണ്ടായിട്ടും ജീവശവങ്ങളായി ജീവിക്കുന്ന സാഹചര്യങ്ങള് ഈ ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല. പല വീടുകളും മരണതുല്യമായ വീടുകളാണ്. പല വീടുകളും അകം വേകുന്നത് പുറം അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ ഓർത്ത് മാതാപിതാക്കന്മാര് ഒരുപാട് നൊമ്പരപ്പെടുന്ന കാഴ്ചകള്, ഒരുപാട് മാതാപിതാക്കന്മാര് ഞങ്ങളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തന്റെ മക്കളെ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ ഇല്ലായ്മകളോ വല്ലായ്മകളോ ഒന്നും നിങ്ങളോട് പറയാതെ വേണ്ടതൊക്കെ നിങ്ങൾക്ക് വാരിക്കോരി തന്നു വളർത്തിയവരാണ് ഞങ്ങളൊക്കെ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോ കൂടുതലുള്ളേ, ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മിണ്ടുന്നില്ല. എന്താണെന്നറിയാമോ? ഒരമ്മയും പറയല്ല. എന്താ കാരണം നമുക്കൊക്കെ അറിയാമോ? നാണക്കേടാണ്. എന്റെ ഇല്ലായ്മകള്, എന്റെ വല്ലായ്മകള് എന്റെ മക്കളറിയരുത്. എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും എന്റെ കുഞ്ഞുങ്ങൾ അറിയരുതെന്നാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ആഗ്രഹിക്കുന്നത്. ഇരിപ്പ് കണ്ടാൽ ഓർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയ്ക്കും ആഴ്ചയിൽ ഓരോ ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു മാറി മാറി ഇട്ടുകൊണ്ട് പോകാൻ. ആ ഇരിപ്പ് കണ്ടാൽ ഓർക്കും. ഒന്നുമില്ല മക്കളെ, കൂടി വന്നു കഴിഞ്ഞാൽ 2, 3, 4 അതിനപ്പുറം വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള അപ്പനമ്മമാരാണെങ്കിൽ പോലും പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഉള്ളത് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി എന്ന് പറയും. ഇല്ലായ്മകൾ പറഞ്ഞിരുന്നു, വല്ലായ്മകൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചിന് എനിക്കെന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഇത്ര ജോഡി പ്രസംഗം? അത്രമാത്രം വാരിക്കോയി തന്നിരിക്കുക. നിങ്ങൾക്ക് എണ്ണമില്ല. നിങ്ങളെന്താ ഒരുത്തിന്റെ കൈകളുടെ എണ്ണി നോക്കുക. നീ എത്ര എണ്ണിയാലും നിനക്ക് എണ്ണം കിട്ടില്ല. കാരണം നിനക്കറിയില്ല നിനക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന്.
കാരണം അത്രമാത്രം കരുതലോടുകൂടിയാണ് മാതാപിതാക്കന്മാര് ഇന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. വേണ്ടതൊക്കെ മാറിക്കോരി കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കന്മാരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ, അതൊരു PTA മീറ്റിംഗിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയായിരുന്നു. കൊടുക്കേണ്ട മൂല്യങ്ങളെ മക്കൾക്ക് കൊടുക്കണം. കൊടുക്കേണ്ട മൂല്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പലതും ഈ സമൂഹത്തിൽ. ഞാൻ ആമുഖമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് എന്റെ മക്കളും കൂടി കേൾക്കാൻ പറയുകയാണ്. ദൈവഭയത്തില് ജീവിക്കുവാൻ വളരുവാൻ നിങ്ങൾ തയ്യാറാവണം. ഈശ്വര വിശ്വാസത്തില് തന്റെ മാതാപിതാക്കന്മാര് മക്കളെ വളർത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും നാടുകളില് നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നവരായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവഭയമില്ലായ്മ. സന്ധ്യാനേരത്തോട് നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിലിരുന്ന് രാമരാമ രാമരാമ എന്ന് നാമച്ചൊലിച്ചിരുന്ന ഒരു സംസ്കാരം ഈ നാടിലുണ്ടായിരുന്നു. ഇന്ന് എത്ര കുടുംബങ്ങളില് സന്ധ്യാനേരത്തെ ഈ മക്കളെ ചേർത്തെടുത്തി നാമജപിക്കുന്ന കുടുംബങ്ങളുണ്ട്. എനിക്ക് കണക്ക് വേണ്ട. മക്കളൊന്ന് ചിന്തിച്ചു നോക്കുക. മക്കളൊന്ന് ചിന്തിച്ചു നോക്കുക. സന്ധ്യാനേരത്ത് മാതാപിതാക്കളും മക്കളും ചേർന്നിരുന്ന സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന ക്രൈസ്തവ കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് എത്ര കുടുംബങ്ങളിൽ സന്ധ്യാനേരത്ത് മാതാപിതാക്കന്മാരും മക്കളും ചേർന്നിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന അവസ്ഥകളുണ്ട്. 5 നേരം നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ 5 നേരം കണ്ട 1 നേരമെങ്കിലും പരമകാരുണ്യവാനായ പൊന്നുതമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന എത്ര മക്കളുണ്ട്. നിങ്ങൾ സ്വയം ആത്മപരിശോധന ചെയ്തു നോക്കുക. ഇവിടെ ഇരിക്കുന്ന മക്കളുടെ ആത്മപരിശോധന ചെയ്തു നോക്കുക. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് മക്കളെ മറ്റൊന്നുമല്ല, ഇനിയൊരവസരം ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ പപ്പയുടെ മമ്മിയുടെ മകനായി മകളായി ഇനിയൊരവസരം ജനിക്കുവാനും മക്കളെ നിങ്ങൾക്കൊരവസരം ഇനി ലോകത്ത് ലഭിക്കില്ല. കിട്ടിയ ഈ അവസരം ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിച്ചു തീർക്കുവാന് മാതാപിതാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്ന് അധ്യാപകരും മറ്റു സന്നദ്ധ സംഘടനകളും നിങ്ങൾക്ക് മുമ്പ് കടന്നു നീങ്ങുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ പാതി വഴിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവഭയമുള്ള മക്കളായി വളരുക. ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. കഠിനമായി പരിശ്രമിച്ചവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. എല്ലാവരും വിജയിച്ചോ? ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പാലാ സെന്റ് തോമസ് ഹൈസ്കൂളിലും പാലാ സെന്റ് തോമസ് കോളേജിലും കോളേജിലും സെർട്ടിഫിക്കറ്റ്സ് കോളേജിലും ഒക്കെ പഠിച്ചതാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നോടൊപ്പം പഠിച്ച് എന്നെക്കാളും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിലൊരു കുട്ടി ഒരു BEd കഴിഞ്ഞ് BEdന് ചേരുന്ന ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പോലീസ് ജീവിതം 21ാമത്തെ വയസ്സിൽ ആരംഭിച്ച് പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാലാ കുരിശുപള്ളിക്കവലയില് ഒരു പ്ലാസ്റ്റിക് കൂടും കഷത്തി വെച്ച് കൈലിമുണ്ടി മുണ്ട് കൊടുത്ത് അവൻ നിൽക്കുന്ന കാണുകയാണ്. ഞാൻ അവനോട് ചെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ ഒരു ചമ്മല് തോന്നി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ ഓടിച്ചത് അവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവന് വലിയ വിഷമം തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് പരിപാടി? അവൻ പറയാണ്, എടാ ഞാന് കോൺക്രീറ്റ് പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മക്കൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ കഠിനമായി പരിശ്രമിച്ചവരും കഠിനമായി അധ്വാനിച്ചവരും പഠിച്ചവരും ഒന്നും വിജയിച്ചിട്ടില്ല. അവിടെ വേണ്ട ഏറ്റവും വലിയ കാര്യമുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടാവണം. ഈശ്വര വിശ്വാസം വേണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തില് നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. അല്ലാണ്ട് ഒരുപാട് ഡിഗ്രികൾ വാരിക്കൂട്ടിയവരാരും വിജയിച്ചെന്ന് ഞാൻ പറയില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവഭയത്തില് വളരണമെന്ന്. ദൈവഭയമുള്ള കുഞ്ഞുങ്ങള് തെറ്റുകളിലേക്ക് പോവില്ല. കരുതിക്കുട്ടിയുള്ള ഒരു മുൻകോപത്താൽ കരുതിക്കുട്ടിയിരുന്ന് തന്റെ കൂട്ടുകാരനെ അല്ലെ ശത്രുവിനെ ആക്രമിക്കണമെന്ന് കരുതിക്കുട്ടി പ്ലാൻ ചെയ്യുന്ന സ്വഭാവമുള്ള മക്കൾ ഉണ്ടാവില്ല. ഒരു കുഞ്ഞും ഗടാരയ്ക്ക് മൂർച്ചകൂട്ടി കാത്തിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇനിയൊരവസരം ഈ ലോകത്ത് ജീവിക്കാൻ ലഭിക്കില്ല. കിട്ടിയ ഈ അവസരം ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിച്ചു തീർക്കുവാൻ
അതിന് സ്വപ്നങ്ങൾ കാണുവാൻ, ആ സ്വപ്നങ്ങൾ പൂർണ്ണതയ്ക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുവാൻ, കഠിനമായി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാൻ കഠിനമായി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിസന്ധികളെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഉണ്ടാകും. പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞ ഈ സമൂഹത്തില് ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാണ് എന്റെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ പ്രതിസന്ധികളോട് നോ പറയാൻ കരുത്തുള്ള മക്കളായി നിങ്ങൾ മാറണം. ഈ അധ്യയന വർഷത്തില് പല പല പ്രശ്നങ്ങള് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് 2 മാസം കൊണ്ട് ഒരുപാട് കാണുന്നതും കേൾക്കേണ്ടാത്തതുമായ കാര്യങ്ങൾ എന്റെ മക്കൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർക്കറിയാം, ഈ മൊബൈൽ ഫോണിനെ തന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒന്ന് വാങ്ങി വെക്കുവാന് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറയുമ്പോൾ മക്കൾ നമ്മുടെ നേരെ ആക്രോശിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, അല്ലേ? ശരിയാണ് ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗം കുട്ടികളും മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് വയലന്റ് ആകുകയാണ്. മാതാപിതാക്കന്മാരെ എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റൊന്നിനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങി. ഇന്ന് ഈ കുട്ടികൾക്ക് ഇഷ്ടം മൊബൈൽ ഫോണിനെയാണ്. ഞാൻ നിങ്ങളെ തെറ്റു പറയില്ല, കുഞ്ഞുങ്ങളെ ഞാൻ തെറ്റു പറയില്ല. മൊബൈൽ ഫോൺ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് ഒരു അത്യാവശ്യ വസ്തു തന്നെയാണ്. പക്ഷേ അതിന്റെ ദുരുപയോഗമാണ് ഇവിടെ പ്രശ്നം. അമിതമായ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. മൊബൈൽ ഫോൺ ഒരു ലഹരിയായി മാറുകയാണ്. ഇന്ന് നമ്മള് ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ്. പക്ഷേ ഇന്ന് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല ലഹരി എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോണും ഒരു ലഹരി വസ്തുവായി തന്നെ നിലനിൽക്കുകയാണ്. ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റായി മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ജീവിതങ്ങൾ നശിപ്പിച്ച് കളഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റായി തന്റെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ അഡിക്ഷനെതിരെ നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മാതാപിതാക്കന്മാര് ഇല്ലായ്മയും വല്ലായ്മയും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് വാങ്ങിത്തന്ന ഈ ഡിവൈസ് ഇന്ന് അവർക്ക് വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈസിലൂടെ നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാതെ പല മേഖലയിലൂടെ സഞ്ചരിച്ച് വലിയ വലിയ തെറ്റുകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെന്ന് വീഴുന്നു. ഈ ഫോണിന്റെ ദുരുപയോഗം മൂലം ഈ നാട്ടിലും നിരവധി കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും ജീവൻ ബലികഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവധിക്കാലത്തും നമുക്കറിയാം, പാലായുടെ വിവിധ പ്രദേശങ്ങളില് +2 കഴിഞ്ഞ കുട്ടികളും +2 പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളും ഒക്കെ ജീവിതം നശിപ്പിച്ചു. അതിൽ ഭൂരിഭാഗവും പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ മക്കളോടൊരു കാര്യം പറഞ്ഞേക്കാം, ഈ മൊബൈലിലൂടെ നിങ്ങൾ ചാറ്റ് ചെയ്യുകയും നിങ്ങൾ പുതിയ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ഇതിന് വലിയൊരു ചതിയുണ്ട്. ഇതിലൂടെ നിങ്ങൾ എന്ത് മെസ്സേജ് കൈമാറിയാലും, നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ശരി, ഒരിക്കലും ഇത് ഈ ഡിവൈസിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന്, നിങ്ങൾ എന്താണ് കണ്ടതെന്ന്, നിങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതെന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ഈ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും മായ്ച്ചു കളയാൻ സാധ്യമല്ല. ഇത്രയും ലഘുവായ കാര്യമെങ്കിലും എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇന്ന് ഈ ഫോണിലൂടെ ഏതെങ്കിലും ഒരുത്തൻ ഹായ് എന്നും ഡാ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം അല്ലേ? ഏതെങ്കിലും ഒരാള് ഹായ് ഡാ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? നിങ്ങളെ മമ്മി ഹായ് എന്ന് വിളിച്ചിട്ടില്ല, ഡാ എന്ന് വിളിച്ചിട്ടില്ല, പപ്പ വിളിച്ചിട്ടില്ല അല്ലേ? പക്ഷേ നിങ്ങളെ ആരോ ഒരാള് ഫോണിന്റെ മറുതലക്കിൽ നിന്ന് ഹായ് എന്നും ഡാ എന്നും നീ സുന്ദരിയാണ്, ഐ ലവ് യു, എന്ത് രസം, എല്ലാവരും കുളിർമ കൊള്ളുക. ഏതെങ്കിലും ഒരുത്തൻ ഐ ലവ് യു, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ആ ഇഷ്ടത്തെ നമ്മൾ സ്നേഹിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ഐ ലവ് യു എന്ന് പറഞ്ഞവൻ
നിന്റെ സൗന്ദര്യം കണ്ടിട്ടാ നിന്നോട് ഐ ലവ് യു പറഞ്ഞേ. നിന്റെ ഈ ഷേപ്പ് കണ്ടിട്ടാ നിന്നോട് പറഞ്ഞത് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. പക്ഷേ നിന്നെ കാണാതെ ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ട് ഇവിടെ. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈ ലോകത്ത്. അന്ന് നിനക്ക് രൂപമുണ്ടായിരുന്നില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്റെ ജീവന്റെ തുടിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഈ അമ്മ ഒരുപാട് നേർച്ചകള് പ്രാർത്ഥനകള് നടത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു കുറവുമില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് ലഭിക്കണം. എന്റെ ഉദരത്തില് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അവന് കണ്ണിന് കാഴ്ച ഉണ്ടാവണം, കാതുകൾക്ക് കേൾവി ഉണ്ടാവണം, സംസാര ശേഷി ഉണ്ടാവണം, അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അമ്മയുടെ 100 പരാതികളായിരുന്നു ദൈവത്തിന്റെ അടുത്ത്. എല്ലാം തികഞ്ഞ ഒരു മകനെ ഈശ്വര നീ എനിക്ക് തരണം. അതാ നിങ്ങൾക്ക് രൂപമുണ്ടാകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ചില കുട്ടികൾക്ക് സംശയമുണ്ട്, എന്തിനാ ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീനിച്ചി താലൂക്ക് എന്ന് പറയുന്ന ഈ പാല ഈരാറ്റുപേട്ടയ്ക്ക് അടങ്ങുന്ന പ്രദേശത്ത് നിരവധി അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്റെ മക്കളൊന്ന് കയറി ചെല്ലണം. നിങ്ങൾ ജനിച്ച അതേ ദിവസം ജനിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും ഇതേ ജന്മദിനത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണവര്, കാഴ്ചയില്ലാത്തവര്, കേൾവിയില്ലാത്തവര്, അംഗവൈകല്യങ്ങളുള്ളവര്, എമ്മാറായിട്ടുള്ള കുട്ടികൾ നിരവധിയാണ്. അവരെ കാണുമ്പോഴാണ് മക്കളെ നിങ്ങൾ കരുതേണ്ടത് ഈശ്വരൻ എത്ര ഭംഗിയായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്, എത്ര മനോഹരമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് നിന്നെ കണ്ട ഇഷ്ടം, നിന്റെ ഷേപ്പ് കണ്ട നിന്നെ ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹത്തിന് വില കൊടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി രാമകളില്ലാതെ കഷ്ടപ്പെട്ട് തന്റെ ഇല്ലായ്മയും വല്ലായ്മയും ഒന്നും തന്റെ മക്കളോട് പറയാതെ വേണ്ടതൊക്കെ വാരിക്കോരി കൊടുത്തു വളർത്തുന്ന മാതാവിന്റെയും പിതാവിന്റെയും വാക്കുകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വില കൊടുക്കുന്നില്ല. മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ അമ്മ പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തറിയാം അല്ലേ? അമ്മയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? ഇതിനകത്തുള്ള വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എന്താ ഫേസ്ബുക്കും ഒക്കെ ഇതിനകത്തൂടെ സഞ്ചരിക്കാൻ അമ്മയ്ക്ക് എന്തറിയാം? അമ്മ വെറും പൊട്ടി. അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല, അമ്മ വെറും പൊട്ടിയാണ്. അങ്ങനെ അമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ചെറുതായിക്കൊണ്ട് എന്റെ കുഞ്ഞു വലുതാകുന്നത് കണ്ട് ആസ്വദിച്ച അമ്മമാർക്ക് തീരാ കണ്ണുനീര് നൽകുന്ന പെൺകുട്ടികളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് കാണുന്നു. ഏതെങ്കിലും ഒരുത്തിന് ഹായ് എന്നുണ്ടായെന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സ്നേഹം അതാണെന്ന് കരുതി അവരോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം, അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കരുതിയാൽ ശപിക്കുകയല്ല, ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, മാതാവിന്റെയും പിതാവിന്റെയും കണ്ണു നനയിച്ചുകൊണ്ട് നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരുടെ കണ്ണു നനയിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്നതൊന്നും നേട്ടമായിരിക്കില്ല. ഞാൻ അനുഭവസ്ഥനാണ്. 29 വർഷമായി ഈ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ദൈനംദിനം ഞങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയുധമിടായെന്നൊക്കെ പറഞ്ഞവന്റെ പിന്നാലെ വീട് വിട്ട് മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികള് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണുന്നു. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നടന്ന സംഭവങ്ങളാണ് ഈ പെൺകുട്ടികൾ തിരികെ വരുന്ന കാഴ്ചകൾ കൈക്കുഞ്ഞുമായി. അപ്പോഴും എന്റെ അടുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഞാന് വീട് വിട്ടിറങ്ങിപ്പോകുന്ന മക്കളെ, നിങ്ങളെ പെൺകുട്ടികളെ ഈ മാതാപിതാക്കന്മാർക്കല്ല, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങളുടെ ആന്റിമാർക്കും അങ്കിൾമാർക്കും ഒക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മാതാപിതാക്കന്മാർക്ക്. നിങ്ങളോട് പ്രത്യേക താല്പര്യ കരുതല. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാര് അവരെയൊക്കെ കണ്ണു നനയിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പപ്പ ആദ്യം വിളിക്കുന്നത് അങ്കിൾമാരെയും ആന്റിമാരെയൊക്കെ വിളിച്ചു കൂട്ടും. പപ്പയുടെ അനിയന്മാരെയും
അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറയും എന്റെ കുഞ്ഞിനെ കാണാനില്ല, എന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയും. പെട്ടെന്ന് പപ്പ നാലുപാടും കൂട്ടുകാരന്റെയൊക്കെ വീട്ടില് അന്വേഷിച്ച് ആളെ വിടും, അല്ല പപ്പ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുന്ന പപ്പാമാർ അവസാനം ഓടി വരുന്ന ഒരിടമുണ്ട്, പോലീസ് സ്റ്റേഷനില്. ഇങ്ങനെ കയറി വന്ന ഒരപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട്, ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിക്കേറി വരിക. എനിക്ക് പരിചയമുള്ളൊരു അപ്പനാണ്. ഞാൻ ഇറങ്ങി അങ്ങോട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച്, ബിനോയ് സാറേ, എന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു. എന്റെ മോള് കോളേജിൽ പോയിട്ട് തിരികെ വന്നിട്ടില്ല, കോളേജിൽ പോയ മകള് തിരികെ വന്നിട്ടില്ല. ഞാൻ എന്താ പറ്റിയേ? ഇന്ന് അവളുടെ പിറന്നാളാണ്, 18 വയസ്സ് പൂർത്തിയായ ദിവസമാണ്. രാവിലെ 5:30 കുർബാനയ്ക്ക് പപ്പയും അമ്മയും ആങ്ങളെയും കുട്ടി രാവിലെ 5:30 കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ 18ാമത്തെ പിറന്നാൾ ആഘോഷിക്കുവാൻ പപ്പയും കുഞ്ഞാങ്ങളെയും ഇതുപോലുള്ള ബലൂണുകള് ജനലിലും കാറിന്റെ പോർച്ചിലും ഒക്കെ കിട്ടിയ സമയത്ത് ഇവള് അകത്തെ മുറിയിൽ എന്തൊക്കെയോ എഴുതുകയും അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായി. മമ്മി രാവിലെ പ്രഭാത ഭക്ഷണം അടുക്കളയിൽ ഒരുക്കി. കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും എല്ലാ പണികളും ചെയ്തെങ്കിൽ വ്യാപൃതരായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അവള് കോളേജിലേക്ക് പോകാൻ നടന്നു പോകാവുന്ന ദൂരമുള്ള പാലാ അൽഫോൺസ കോളേജിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ കേക്ക് എടുത്ത് വെച്ച് അവർക്ക് സർപ്രൈസ് കൊടുത്ത കുഞ്ഞാങ്ങള കേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് ടേബിളിൽ വെച്ച് കേക്ക് മുറിച്ച് കുഞ്ഞാങ്ങളുടെ മുഖത്തും അവരുടെ മുഖത്തുമെല്ലാം ഈ ക്രീം വാരി തേച്ച് വീഡിയോ ഒക്കെ എടുത്ത് വളരെ ഹാപ്പിയായിട്ട് കലാലയത്തിലേക്ക് പോയ മകള് വൈകുന്നേരം 6:30 തിരികെ വീട്ടിൽ വന്നില്ല. ഏതൊരപ്പനാണ് സഹിക്കാൻ പറ്റുക 18ാമത്തെ ജന്മദിനത്തിന്റെ അന്ന്? ഞാൻ ചോദിച്ചു, അവൾക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. മമ്മി പറയുന്നു, എന്റെ മോളെല്ലാം എന്നോട് പറയുന്നതാ, എന്റെ മോളെല്ലാം എന്നോട് പറയുന്ന എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. വീണ്ടും ചോദിക്കുന്നു, അവൾ ആരോടെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരാണയിട്ട് പറയുന്നു, എന്റെ മകൾക്ക് അങ്ങനെയുള്ള ബന്ധമില്ല. കാരണം നമ്മുടെ മക്കള് ഞങ്ങളെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്റെ മമ്മിയും പപ്പയും പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. അവസാനം ഞാൻ ചോദിച്ചു, ഇവളുടെ കൂട്ടുകാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കറിയാവുന്ന 1-2 കൂട്ടുകാരിയുടെ പേര് പറഞ്ഞു. അതിലൊരു കൂട്ടുകാരിയെ വല്ലപ്പോഴും അമ്മയുടെ ഫോണിൽ നിന്ന് ഇവള് വിളിക്കുമായിരുന്നു. ആ കുട്ടിയെ ഒന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു. വിളിച്ചിട്ട് എന്തെങ്കിലും ഫോൺ തന്നു. ഏറ്റുമാനൂർ സ്വദേശിയായ ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. മോളെ, ഇന്ന പോലെ കുട്ടി, നിന്റെ കൂട്ടുകാരി ഇതുവരെ വീട്ടിൽ വന്നില്ല, എന്താണെന്ന് കോളേജിൽ വന്നതാ? അങ്കിളെ, എനിക്കൊന്നും അറിയില്ല. കോളേജിൽ നിന്ന് വളരെ സാധാരണ ദിവസം പോലെ അവിടെ പോയി, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോളെ, നിനക്കറിയാതെ അവളെങ്ങും പോവില്ല. ഞാൻ നിന്റെ ഫോൺ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കും, അത് പ്രകാരം അന്വേഷണങ്ങൾ നടക്കും. നിന്റെ ഫോണിലേക്ക് ആരൊക്കെയാണ് വിളിച്ചതെന്ന് വ്യക്തമായി ധാരണ കിട്ടും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കേസിൽ പ്രതിയാകുന്നെങ്കിൽ ഈ കുഞ്ഞെവിടെയാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോടൊരു വാക്ക് പറഞ്ഞു, സാറേ, അവൾക്ക് അവളുടെ പപ്പയെ അറിയാത്ത, മമ്മയെ അറിയാത്ത ഒരു ഫോൺ കൂടി അവളുടെ കൈവശമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വാങ്ങിക്കൊടുത്തിരിക്കുക. ഇന്നലെ കണ്ടവൻ ആദ്യം വാങ്ങിക്കൊടുത്തത് 1000-കണക്കിന് രൂപ വരുന്ന മൊബൈൽ ഫോണ് അവർക്ക് വാങ്ങിക്കൊടുത്തിരിക്കുക. അത് തലയണയുടെ അടിയിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മകള്. അവസാനം ഞങ്ങളുടെ അന്വേഷണത്തിൽ ആളെ പിടികിട്ടിയപ്പോൾ പാലാ പോലീസ് സ്റ്റേഷനിലെ 3 കഞ്ചാവ് കേസിൽ പ്രതിയാണവൻ. മക്കളെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങള്. ഞങ്ങള് പോലീസുകാരുടെ കണ്ണ് നിറഞ്ഞു പോകുക പിതാവിന്റെ മുന്നില്. വേണ്ടതൊക്കെ വാങ്ങിപ്പോയി തന്ന് നിങ്ങളെ വളർത്തിയിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മമ്മിയെയും പപ്പയെയും നിങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചേ, ആ മമ്മിയും പപ്പയും വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന് മമ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. മുഖത്ത് ചുളിവുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. മമ്മിയുടെ കൈ ഒന്ന് പിടിച്ചു നോക്കിക്കേ. മമ്മിയുടെ കൈക്ക് നിങ്ങളുടെ വിരലുകളുടെ അത്രയും ഭംഗിയുണ്ടാവില്ല. മമ്മിക്ക് പല അസുഖങ്ങളും ഉണ്ടാവും. പപ്പ രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന പപ്പ ഒരില്ലായ്മയും രണ്ടായ്മയും നിങ്ങളോട് പറയാതെ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരുവാൻ കൂലിപ്പണി എടുക്കുന്ന, രാത്രിയിൽ ഉറക്കടച്ച് പണിയെടുക്കുന്ന നിങ്ങളുടെ പപ്പ
ആ നന്മയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. ഒരുപാട് മരുന്നുകൾ പപ്പ കഴിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ പപ്പ വല്ല രോഗത്തിനും അടിമയായിരിക്കാം. എന്നിട്ടും വാർദ്ധക്യത്തിലേക്ക് ഞങ്ങൾ നടന്നു വെക്കുന്ന മക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ഞങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞങ്ങൾ ജന്മം നൽകിയ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഭക്ഷണമായി മാറണം, ഞങ്ങൾക്ക് വസ്ത്രമായി മാറണം, ഞങ്ങൾക്ക് മരുന്നായി മാറണം. ഇതാണ് ഇന്ന് കേരളത്തിലെ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. നിരവധി മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കന്മാരുടെ നാടായി ഇന്ന് കേരളം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമൂഹത്തില്. അതുകൊണ്ട് എന്റെ മക്കളോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ സംവിധാനം മുന്നോട്ട് വളരെ മനോഹരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കുടുംബം എന്ന ആ വാക്കിന് കൂടുതൽ ഇടം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം അതിലുണ്ടാവണം, നിങ്ങളുടെ സമർപ്പണം അതിലുണ്ടാവണം. മാതാവും പിതാവും കുടുംബാംഗങ്ങളും ചേർന്നിരിക്കുന്ന ആ ഒരു കുടുംബ സംവിധാനം മനോഹരമായി തീരണമെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണം. മാതാവിനോടെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്ന മക്കളെ എനിക്കറിയാം. എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു തുറന്ന പുസ്തകം പോലെ ഒരു കുടുംബമാകണമെന്ന് പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ട്, പലയിടത്തും നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിന്റെ ആഴങ്ങളില് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പല കുഞ്ഞുങ്ങളും വലിയ വലിയ ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടുന്നു. അതുണ്ടാവാൻ പാടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈശ്വരൻ തന്ന ഈ മനോഹരമായ ജീവിതം മനോഹരമായ പ്രപഞ്ചത്തിൽ ജീവിച്ചു തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. നല്ലൊരു ജോലി നിങ്ങൾക്ക് സ്വപ്നം കാണാം, ഇല്ലേ? കാണാമല്ലേ? നല്ലൊരു ജോലി ലഭിക്കണം. നല്ലൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം. അത് ഈശ്വരനോട് പ്രാർത്ഥിക്കണം, ദൈവാനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നാളുകളിൽ പൂവണിയും. എനിക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ എന്റെ വലിയൊരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾ 3 മക്കളാണുള്ളത്. എന്റെ മൂത്തത് ഒരു ചേച്ചിയാണ്, എന്റെ ഉള്ളത് എന്റെ അനുജനാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടില് എന്റെ അപ്പച്ചൻ ഒരു സഹകരണ സംഘം ജോലിക്കാരനാണ്. അപ്പൊ വീട്ടില് ഞാനും ചേച്ചിയും അനുജനും അപ്പച്ചനും അമ്മയാണ് ഞങ്ങളുടെ വീട്. അവിടെ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നിങ്ങളെ പോലെ സ്റ്റഡി ടേബിളോ ഒന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുറ്റത്ത് സന്ധ്യയാകുന്നത് വരെ മുറ്റത്ത് നല്ല മണല്, ഇന്നത്തെ പോലെ ചിപ്സ് മറ്റേ പാറമണലൊന്നും അല്ല, നല്ല ആറ്റുമണല് വിരിച്ചിരിക്കുന്ന മുറ്റത്ത് സൈഡിൽ ഞങ്ങൾ വന്നിരിക്കും. ചാക്കൊക്കെ വിരിച്ച് ഞങ്ങൾ 3 പേര് കൂടെ വന്നിരിക്കും. അവിടെ ഇരുന്ന് ഞങ്ങൾ എഴുതാനുള്ളതൊക്കെ എഴുതുന്നത് അവിടെ ഇരുന്നാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതുമ്പോൾ പകർത്തൊന്നും എനിക്കറിയില്ല. കൈകേശം കൊണ്ടോ ടീച്ചറെ ഉണ്ടല്ലേ, കൈകേശം നന്നാകാൻ വേണ്ടി. അപ്പൊ ഞങ്ങളെ 3 പേരും കൂടെ വട്ടത്തിലിരുന്ന് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വരും. അപ്പച്ചൻ പറമ്പിലിറങ്ങി കപ്പയ്ക്കകത്തും വാഴയ്ക്കകത്തൊക്കെ പണിയും. ഇങ്ങനെ സന്ധി ഇരുത്തുന്നത് വരെ കുരിശ് വരയ്ക്കാൻ സമയമാകുമ്പോൾ അപ്പച്ചൻ കയറി വരും. അപ്പോൾ കുരിശ് വരെ തുടങ്ങും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അയൽവക്കത്തെ ഒരു ചേട്ടനുണ്ട്, കുട്ടിച്ചേട്ടൻ. വലിയ വയറൊക്കെ ആയിട്ട് എന്നെ പോലെ വയറൊക്കെ ഉള്ള വലിയൊരു ചേട്ടൻ തോർത്തൊക്കെ തോളയിട്ട് അതിലെ വരും. കുട്ടിച്ചേട്ടൻ വന്ന് ചോദിക്കും, ആ മക്കള് പഠിക്കുവാണ്? അതെ. അപ്പൊ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താ? ആരാകാനാ പഠിക്കുന്നത്? ഞാൻ കാര്യം പറയും, എനിക്ക് പോലീസ് ആവണം. എന്റെ അനിയനോട് നിനക്ക് ആരാണത്? എനിക്ക് പട്ടാളമാണോ? ഞാൻ പോലീസാണ്. പിന്നെ അവൻ പട്ടാളല്ലേ. പിന്നെ അടുത്ത ചോദ്യം ചേച്ചിയോടാ, നിനക്കാരാകട്ടെ? എനിക്കാരും അറിയണ്ട. സാധാരണ പറയുന്നത് എനിക്കാരും അറിയണ്ട. അന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോ വലിയൊരു ത്രില്ലായിരുന്നു. ആരാകണം? ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ഒരു കാലഘട്ടത്തിൽ കളക്ടർ എഞ്ചിനീയറും ഒക്കെ, ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ആരും പറയാനില്ല. എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകണം, അല്ലേ? പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞു, ചെറിയ പ്രായത്തില്, കളങ്കമില്ലാത്ത പ്രായത്തില് ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങള് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ കാലം മുന്നോട്ട് പോയി. അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് 21 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ
ഞാൻ കേരള പോലീസിന്റെ ഭാഗമായി 21ാമത്തെ വയസ്സിൽ. എന്റെ അനുജൻ 18ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ അംഗമായി. എന്റെ ചേച്ചി ഒന്നും ആകാതെ അതിരമ്പുഴയിലെ ഒരു വീട്ടില് 3 പിള്ളേരുടെ തള്ളയായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ മക്കളോട് പറഞ്ഞത് ഇതാണ്, സത്യമാണ്, സത്യമായ കാര്യം പറഞ്ഞത്. നമ്മുടെ ആഗ്രഹങ്ങൾ കളങ്കമില്ലാത്ത പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിത്തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക, ജീവിതത്തിലെ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക, കഠിനമായി പ്രാർത്ഥിക്കുക. ജീവിതത്തില് പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാടുണ്ടാവും. ചിലര് നിങ്ങളുടെ മുന്നിൽ ചില ലഹരി വസ്തുക്കൾ വെച്ച് നിൽക്കും. ചിലത് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് നല്ല സുഖം നൽകുന്നതാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തി നിലനിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാതെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ചില ടെക്നിക്കൽ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില പദാർത്ഥങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് കിട്ടും. അവിടെ എന്റെ മക്കള് വീണ് പോകരുത്. അത്തരത്തിൽ ആരെങ്കിലും വെച്ച് നിൽക്കുന്ന വസ്തുവിനോട് നോ പറയുവാനുള്ള ആർജവം മക്കൾക്ക് ഉണ്ടാവണം. വേണ്ട, ഈ ലഹരി പദാർത്ഥം എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളോട് നോ പറയാനുള്ള തന്റെ ഇടം മക്കൾക്ക് ഉണ്ടാവണം. കാരണം പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇന്ന്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ലഹരി എന്ന് പറയുന്നത് മദ്യവും അല്ലെങ്കിൽ ബ്രാൻഡി, കള്ള് അല്ലെങ്കിൽ ചാരായം, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു. ഇന്ന് ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ലഹരിയുടെ പേരും രൂപവും ഭാവവും ഒക്കെ മാറി. ഇന്ന് സിന്തറ്റിക്ക ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളാണ്, രാസവസ്തുക്കളാൽ നിർമ്മിതമായ ലഹരി പദാർത്ഥങ്ങള്, രാസലഹരികളാണ് ഇന്ന് സമൂഹത്തില് ഏറെയും കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തില് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാനായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള രാസലഹരികളോട് നോ പറയുവാൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടയിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കുട്ടികളുടെ ഇടയിൽ ലഹരി പദാർത്ഥങ്ങൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വളരെ ഭയത്തോടു കൂടിയാണ് ഇന്ന് രാജ്യം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം സജ്ജരായി നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കർമ്മ പരിപാടികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണു നനയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളോട് നോ പറയണം, വേണ്ട എന്ന് പറയണം. അത് ചിലപ്പോൾ ചില കൂട്ടുകാരിയുടെ രൂപത്തില്, ചില കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അവിടെ നട്ടല് നിവർത്തി നിന്നുകൊണ്ട് നോ പറയണം. ആ അത്തരത്തില് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് സംരക്ഷകരായി തീരണം. സ്വയം രക്ഷാകവചങ്ങള് നിങ്ങൾ തീർക്കണം. എപ്പോഴും നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കോ അധ്യാപകർക്കോ വലയം തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു പ്രവൃത്തിയോട് നോ പറയാനുള്ള ആർജവമുള്ളവരായി മാറണം. അതിനുവേണ്ടി നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കണം. ഈ അധ്യയന വർഷത്തില് ഒരു തുള്ളി കണ്ണുനീര് പോലും ആരുടെയും പൊടിയാതിരിക്കാൻ, ഒരു മാതാവിന്റെയും പിതാവിന്റെയും കണ്ണു നനയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തീരുമാനിക്കുക, എന്റെ പ്രവൃത്തികൾ കൊണ്ട് എന്റെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവരുത്, എന്റെ പ്രവൃത്തികൾ കൊണ്ട് എന്റെ മാതാപിതാക്കന്മാരോട് കണ്ണു നനയരുത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. നാളുകളില് നിങ്ങളുടെ കുടുംബത്തിന് അഭിമാനമായി മാറുവാന്, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തുവാന്, നാളെ നിങ്ങളുടെ ഈ നാടിന് നിങ്ങളൊരു നല്ല മാതൃകയായി മാറുവാന് നിരവധി IAS-കാരും IPS-കാരും നിരവധി ഡോക്ടർമാരും എഞ്ചിനീയർമാരും നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കതാണ് സ്വപ്നമുള്ളത്.
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പലരുമാണ് നാളുകളിൽ ഇതുപോലുള്ള കലാലയങ്ങളിൽ വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നിസ്സാരക്കാരല്ല. നിങ്ങളെ കുറിച്ചുള്ള കരുതൽ കൊണ്ടാണ് ഇന്ന് അധ്യാപകർ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ജീവിതം നശിപ്പിച്ച് കളയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരോട് നോ പറഞ്ഞുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ ചരിച്ച് നാടുകളിൽ മാതാവിനോടും പിതാവിനോടും ചേർന്ന് നിൽക്കുന്ന മകളായി മാറുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാവിഹത്തിന്റെ നാടുകളില് പ്രഭ നൽകുന്ന മക്കളായി മാറുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.